ക്യാപ്സിക്കം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഈ പച്ചയെ കണ്ടിട്ടുള്ളത്. ഇത് പഴുത്തിട്ടാണോ ഈ റെഡിഷ്? അല്ല, ഇതില് ക്യാപ്സിക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോളി ഹൗസിൽ 2 ടൈപ്പ് ക്യാപ്സിക്കം ഉണ്ട്. ഒരെണ്ണം റെഡും ഒരെണ്ണം യെല്ലോയും. നല്ല ചുമന്ന കളറും നല്ല മഞ്ഞ കളറും. നമ്മളെപ്പോഴും ഈ സാലഡ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് സാലഡ് കുക്കുംബർ ഇടും, പിന്നെ കുറച്ച് സവോള അരിഞ്ഞിടും, ഇച്ചിരി ക്യാരറ്റ് ഇടും. ഇതൊക്കെയാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ, ഒരു ട്രെൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം, എല്ലാവരും ജിമ്മിൽ പോകുന്നു, വർക്കൗട്ട് ചെയ്യുന്നു, എല്ലാവരും കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആണ്. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാലഡൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല സ്നാക്ക് ടൊമാറ്റോ, അതായത് ചെറി ടൊമാറ്റോ എന്നൊക്കെ പറയുന്ന ചെറിയ ടൊമാറ്റോ, ഇതുപോലെ നല്ല കളേർഡ് ക്യാപ്സിക്കംസ്. എപ്പോഴും ഈ കളറിൻ്റെ ഒരു കാര്യം പറയുന്നത് എന്താ വെച്ചാൽ, ഇങ്ങനത്തെ ഈ ബീട്രൂട്ട് അതുപോലെ ഇങ്ങനെ കളേർഡ് വെജിറ്റബിൾസൊക്കെ കഴിക്കുന്നത് ക്യാൻസറൊക്കെ വരുന്നതിന് ഒരു പരിധി വരെയൊക്കെ തടയുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ മുഴുവനായിട്ടെന്നല്ല, പക്ഷെ അതിനുള്ളൊരു കഴിവുണ്ട്. നമ്മൾ ആ സാലഡ് ഉണ്ടാക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, കുറച്ച് നല്ല റെഡ് കളറും യെല്ലോ കളറും ഒക്കെ ആ ഗ്രീൻ സാലഡ് കുക്കുംബറിന്റെ കൂടെ. അതെ, കോൺട്രാസ്റ്റിങ്. ഇപ്പൊ എൻ്റെ മക്കളൊന്നും ഞാൻ പറയട്ടെ, അവര് തൈര് എന്ന് പറയുന്ന സാധനം കഴിക്കില്ല. ഇപ്പൊ അവര് കഴിച്ചു തുടങ്ങിയത് എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ ഇതെല്ലാം ഇട്ടിങ്ങനെ ഇത് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഒരു ടേസ്റ്റ് വ്യത്യാസം. ക്യാപ്സിക്കത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ, അതിന്റെ ആ ഒരു ടേസ്റ്റ് അതിനകത്തോട്ട് വരും. അപ്പൊ ഒരു നല്ലതാണ്. പതിവ് ഗ്രീൻ ക്യാപ്സിക്കം ഇതുമായിട്ടുള്ള ഡിഫറൻസ് എന്താ? ഡിഫറൻസസ് വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇതിനാ കളറിനുള്ള കണ്ടന്റ് ഇതിൻ്റെ അകത്ത് കാണും, യെല്ലോ അതുപോലെ തന്നെ റെഡിനുള്ള. ഇതിൽ രുചി വ്യത്യാസങ്ങളൊന്നും കൂടുതലായിട്ട് നമുക്ക് പറയാനില്ല. എല്ലാം ക്യാപ്സിക്കത്തിൻ്റെ അതേ ഒരു രുചി തന്നെയാണ് കിട്ടുന്നത്.